ജൈവ് സയൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. റിയാക്ടിവിറ്റി സീരീസ് ഇൻ ഇലക്ട്രോകെമിസ്ട്രി റിവിഷൻ പാർട്ട് 1. In this session, we explain important factors through experiment and also provide relevant questions from that part. You try to answer that questions from your direct observation from this experiment and your inference. If you have any doubt about this question, we clearly provide its answer in next part. That means revision part 2. ക്രിയാശീല ശ്രേണിയും വൈദ്യുതരസതന്ത്രത്തിന്റെ രസതന്ത്രം എന്ന ഈ പാഠഭാഗത്തെ 3ആയി തിരിച്ചുകൊണ്ട് റിവിഷൻ നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളിലൂടെയും അതുപോലെ അതിൻ്റെ ഫാക്ടേഴ്സിലൂടെയും നമ്മൾ കടന്നു പോകും. അതിനോടൊപ്പം തന്നെ അതാത് ഭാഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മളവിടെ കൊടുത്തിരിക്കും. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതാൻ പരിശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത റിവിഷൻ പാർട്ടിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ലഭ്യമാക്കിയിട്ടുണ്ട്. 3 ഭാഗങ്ങളാക്കിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആണ്. അതുകൊണ്ട് ഈ പാർട്ടിലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ അടുത്ത പാർട്ടിൽ ലഭ്യമാകും. പരമാവധി അത് നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കൂ. You have already observed the rusting of iron and formation of verdigris on the copper. നമുക്കറിയാം, ഒരേ സെല്ലിലെ വ്യത്യസ്ത ലോഹങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മുടെ ചുറ്റുപാട് ഇരുമ്പ് തുരുമ്പിടിക്കുന്നതായിട്ടും അതുപോലെ ചെമ്പ്, സാവകാശം, we know that ക്ലാവ് പിടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. Are all metal like this? എല്ലാ ലോഹങ്ങളും ഇതുപോലെ തന്നെയാണോ? Some metals engage in chemical reaction vigorously and others are sluggishly. എന്തായിരിക്കാം അതിന്റെ കാരണം? What may be its reason? In same chemical reaction, ഒരേ രാസപ്രവർത്തനത്തിൽ തന്നെ വ്യത്യസ്ത ലോഹങ്ങള് വ്യത്യസ്ത രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. Let us discuss about the reactivity of the different type of metals and let us try to examine how we can utilize this difference in the reactivity in different kind of cells. ഈ ക്രിയാശീലത്തിലുള്ള വ്യത്യാസം, ഓരോ ലോഹത്തിലുള്ള ക്രിയാശീലത്തിലുള്ള വ്യത്യാസം എങ്ങനെയാണ് നമ്മൾ പലതരം സെല്ലുകളിൽ ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബൈ ഡൂയിങ് സം സിമ്പിൾ എക്സ്പെരിമെന്റ്. നമുക്ക് വളരെ ലളിതമായ ചില രാസപ്രവർത്തനങ്ങളിലൂടെ രസകരമായി നമുക്ക് രസതന്ത്രം പഠിക്കാൻ ശ്രമിക്കാം. Reaction of metal with water. Generally, the metals are not react with water, but sodium and potassium are vigorously react with water. Here is the reaction of the sodium, metallic sodium with water. നമുക്ക് കാണാം, മെറ്റാലിക് സോഡിയം വെള്ളവുമായി പ്രവർത്തിച്ച് കത്തുന്നതായി കാണാം. അവിടെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് അവിടെ തീ ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് എ വിഗറസ് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ വിത്ത് കോൾഡ് വാട്ടർ. മെഗ്നീഷ്യം മെറ്റൽ ഹോട്ട് വാട്ടറായിട്ടും കോൾഡ് വാട്ടറായിട്ടും നടക്കുന്ന രാസപ്രവർത്തനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ സ്ക്രീനിലെ റൈറ്റ് സൈഡിൽ കാണുന്ന ടെസ്റ്റ് ട്യൂബില് കോൾഡ് വാട്ടർ വിത്ത് മെഗ്നീഷ്യം ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഹോട്ട് വാട്ടർ വിത്ത് മെഗ്നീഷ്യം ആണ്. ഇത് കണ്ടോ, ഇതാണ് തണുത്ത വെള്ളവുമായിട്ട് മെഗ്നീഷ്യം പ്രവർത്തിക്കുന്ന ടെസ്റ്റ് ട്യൂബ്. അടുത്തത് കാണിക്കുന്നത് എന്താണ്? ഹോട്ട് വാട്ടറുമായിട്ട് ഉള്ള ടെസ്റ്റ് ട്യൂബാണ്. ഹോട്ട് വാട്ടറിന്റെ കേസിൽ നമുക്ക് സ്ലൈറ്റ് ആയിട്ട് ബബിൾസ് കാണാം. കോൾഡ് വാട്ടറിനേക്കാൾ പ്രകടമായ റിയാക്ഷൻ ഹോട്ട് വാട്ടറിൽ നമുക്ക് കാണാം. ചൂടുള്ള വെള്ളത്തിലെ മെഗ്നീഷ്യം കോൾഡ് വാട്ടറിനേക്കാൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. തണുത്ത വെള്ളത്തിൽ കണ്ടോ, മെഗ്നീഷ്യം വളരെ സ്ലോ ആണ് റിയാക്ട് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് പ്രകടമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നത്. We can conclude this experiment by recording its observation in this table. ഈ പരീക്ഷണങ്ങളുടെ നിരീക്ഷണങ്ങൾ നമുക്ക് താഴെ വന്നിരിക്കുന്ന ടേബിളിൽ രേഖപ്പെടുത്താം. Let us try to answer the following questions. Freshly cut surface metal will have shiny appearance, won't they? This property is known as. Let us try to answer the following questions. താഴെ വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം.
freshly cut surface metal will have shiny appearance, won't they? This property is known as metallic luster. Cut a piece of sodium using a knife. Observe the freshly cut portion. ഈ സോഡിയം ലോഹത്തെ നമുക്ക് ഒന്ന് മുറിച്ചു നോക്കാം. അതിൻ്റെ വായുഭാഗം തിളക്കമുള്ളതായിട്ട് കാണാം. കുറേശ്ശെയായിട്ട് അതിൻ്റെ ആ തിളക്കം നഷ്ടപ്പെടുന്നതായി കാണാം. This is due to the conversion of sodium into its compounds by reacting with oxygen. വായുവിലെ ഓക്സിജനും ഈർപ്പവുമായി പ്രവർത്തിച്ചാണ് ഇതിൻ്റെ തിളക്കം പതുക്കെ നഷ്ടപ്പെടുന്നത് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും നമുക്ക് ഒന്ന് നോക്കാം, മുറിച്ച് നോക്കാം. അതിൻ്റെ വായുഭാഗത്ത് ആ തിളക്കം നമുക്ക് നേരിട്ട് കാണാം. കുറച്ച് നേരം വയ്ക്കുമ്പോൾ അതിൻ്റെ അപ്പിയറൻസ് ഫെയ്ഡ് ആവും. അതായത് മാഗ്നീഷ്യാണ് വെച്ചിരിക്കുന്നത്. മാഗ്നീഷ്യൻ റിബണിൻ്റെ അപ്പിയറൻസും ഇതുപോലെ ഷൈൻ അപ്പിയറൻസ് ഒക്കെ പോയിട്ടുണ്ട്. ഹിയർ ദിസ് ഇസ് എ കോപ്പർ പ്ലേറ്റ് ആൻഡ് വി ക്യാൻ ഒബ്സർവ് ദ basic copper carbonate, that is verdigris on that, and here is a iron ring. We can observe the iron rest over it, and this is a aluminum plate. We can observe that its shiny appearance will be gone. This is the fading of the surface of the metal is generally due to the action of the metal with the atmospheric oxygen, moisture, and carbon dioxide, etc. അന്തരീക്ഷത്തിലെ വായുവിലെ ഓക്സിജനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും ഈർപ്പവുമായി പ്രവർത്തിച്ചാണ് ഈ ലോഹ പ്രതലങ്ങൾ അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നത്. വിവിധ ലോഹങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള പ്രവർത്തനം എങ്ങനെയുണ്ടെന്നുള്ളതാണ് ഇതിൽ നമുക്ക് നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 5 ടെസ്റ്റ് ട്യൂബ് ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാ ടെസ്റ്റ് ട്യൂബിലും ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ മഗ്നീഷ്യം ആണ് ചേർക്കുന്നത്. മെറ്റലാണ് നമ്മൾ ചേർക്കുന്നത്. മഗ്നീഷ്യത്തിൻ്റെ ഒരു പീസാണ് ചേർക്കുന്നത്. നോക്കി, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ നടക്കുന്നത്, വിഗ്രസ് റിയാക്ഷനാണ് നടക്കുന്നത്. രണ്ടാമത്തേൽ അലുമിനിയം വരുമ്പോൾ വേഗത്തിലാകുന്നതായിട്ട് നമുക്ക് കാണാം. മൂന്നാമത്തേൽ നമ്മൾ സിങ്ക് മെറ്റലാണ് നമ്മൾ ചേർക്കുന്നത്. സിങ്ക് മെറ്റൽ റിയാക്ഷൻ വളരെ വേഗത്തിൽ നടക്കുന്നതായി കാണാം. നാലാമത്തേൽ നമ്മൾ അയേൺ പീസാണ് ചേർക്കുന്നത്. നമ്മൾ ഇരുമ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം ചേർക്കുന്നു. റിയാക്ഷൻ വളരെ സ്ലോ ആണ്. അഞ്ചാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കോപ്പറാണ് ചേർക്കുന്നത്. കോപ്പർ പ്ലേറ്റ്, കോപ്പർ മെറ്റലാണ് ചേർക്കുന്നത്. ഈ റിയാക്ഷനിൽ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം റിയാക്ട് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞു, അവിടെ ഇല്ലാണ്ടായി. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് നടക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, മഗ്നീഷ്യം റിയാക്ട് ചെയ്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് വിത്ത് വിഗ്രസ്ലി. ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ നല്ല സ്പീഡിൽ റിയാക്ഷൻ കണ്ടു തുടങ്ങി. പക്ഷേ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞു. മഗ്നീഷ്യം മെറ്റൽ അവിടെ ഇല്ലാണ്ടായി. എന്നാൽ രണ്ടാമത്തേൽ അലുമിനിയം ഇപ്പോൾ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. മൂന്നാമത്തേൽ സിങ്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, കോപ്പർ എന്നിവയിൽ ഏറ്റവും വേഗതയിൽ മഗ്നീഷ്യം തന്നെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുന്നത്. അലുമിനിയം റിയാക്ട് ചെയ്യുന്നു, ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീടാണ് അത് വേഗത്തിലായത്. നമുക്ക് ഒന്നുകൂടെ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ചേർത്ത് നോക്കാം. മഗ്നീഷ്യം വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തില്ലാതാകുന്നതായിട്ട് നമുക്ക് കാണാം. മൂന്നാമത്തിൽ സിങ്ക് നമുക്കറിയാം, അതും നല്ല റിയാക്ഷൻ നടക്കുന്നുണ്ട്. എന്നാൽ അയേണിൽ പക്ഷേ ആ റിയാക്ഷൻ അധികം പ്രകടമായിട്ട് നമ്മൾ കാണുന്നില്ല. കോപ്പറിൽ തീരെ റിയാക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. We already have discussed about different types of metal react with dilute hydrochloric acid. We already conduct this experiment and concluded that metal react with the dilute hydrochloric acid with a different extent. They have different. According to that reactivity, we can arrange some of the metals according to the decreasing order of their reactivity.
we get a series that is known as electrochemical series. 14 element is here, including hydrogen. Hydrogen is included in this series for the sake of comparison of the reactivity of these metals. The first metal is potassium. Potassium, then sodium, then calcium, then magnesium, and aluminium, zinc, iron, nickel, lead, hydrogen, copper, silver, gold. So these are 14 elements. Tin. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു സീരീസ് ക്രിയാശീല ശ്രേണി ഉണ്ടാക്കിയത്? ചില ലോഹങ്ങളുടെ ക്രിയാശീലത്തിന് ഡിക്രീസിങ് ഓർഡറിൽ ക്രിയാശീലം കുറഞ്ഞു വരുന്ന അടിസ്ഥാനത്തിലാണ്. ഏറ്റവും മുകളിലെ ഏറ്റവും ക്രിയാശീലം കൂടിയതും താഴേക്ക് വരുന്നവരും ക്രിയാശീലം കുറഞ്ഞു വരുന്നതുമായിട്ടുള്ള ഈ അറേഞ്ച്മെന്റാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. 14 മൂലകങ്ങളാണ് അതിലുള്ളത്. അതിൽ ഹൈഡ്രജനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കമ്പാരിസന് വേണ്ടിയിട്ട്. ഈ എല്ലാ ശ്രേണികളുടെയും റിയാക്ടിവിറ്റി, ഈ എല്ലാ മൂലകങ്ങളുടെയും റിയാക്ടിവിറ്റി ആയിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രജനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ 14 മൂലകങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയിൽ വെക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഈ ഓർഡറിൽ വേണം. കാരണം ഇനിയുള്ള ഇലക്ട്രോ കെമിക്കൽ സെൽ ഉണ്ടാക്കുന്നതിലും ഒക്കെ ഈ റിയാക്ടിവിറ്റിയുടെ സീരീസിന്റെ ഈ ഓർഡർ നമുക്ക് കൃത്യമായിട്ട് വേണം. അപ്പൊ എങ്ങനെയാണ് നമുക്കത് ഓർമ്മയിൽ നിൽക്കാൻ സാധിക്കുക? എന്തെങ്കിലും മെമ്മറി ടെക്നിക്ക് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. നമുക്കൊന്ന് നോക്കിയേ, ഇതിങ്ങനെ എഴുതുമ്പോൾ ഈ റെഡ് അക്ഷരത്തിലുള്ളത് നമുക്ക് നോക്കി കാണാം. PSC എന്നുള്ള എന്നുള്ള ഒരു ഭാഗം നോക്കാം. PSC. രണ്ടാമത്തേല് നമ്മൾ MA, മൂന്നാമത്തേല് SINDEL-H, CSG. ഇപ്പൊ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമ്മൾ പരീക്ഷ കേട്ടിട്ടുണ്ട്, PSC പരീക്ഷ കേട്ടിട്ടുണ്ട്, പബ്ലിക് സർവീസ് കമ്മീഷൻ പോലെ PSC പരീക്ഷ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ MA ആണെന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിന്റെ പേര് നമുക്കറിയാം. ഇപ്പോ BSNL എന്നിട്ട് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന പോലെ BP ഭാരത് പെട്രോളിയം ഇങ്ങനെയുള്ള പൊതുമേഖല സ്ഥാപനം കേട്ടിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി പോലെ ഉണ്ടാക്കാണ്. നമ്മൾ വിബ്ജിയോറൊക്കെ ഓർമ്മിക്കുന്ന ന്യൂമോണിക്സ് പോലെ SINDEL-H, ZINTLH, SINDEL-H. പിന്നെ ഇത് സ്ഥാപനത്തിന്റെ പേരാന്ന് വിചാരിക്കുക. ഇതാണ് അവിടെ നമുക്ക് കിട്ടുന്ന തസ്തിക, ചീഫ് സെക്യൂരിറ്റി ഗാർഡ്, അതായത് CSG. അപ്പൊ ഏതാ പരീക്ഷ? PSC പരീക്ഷ. ക്വാളിഫിക്കേഷൻ MA. എന്താണ് സ്ഥാപനത്തിന്റെ പേര്? SINDEL-H. എന്താണ് ആ കിട്ടുന്ന ജോലി? CSG, ചീഫ് സെക്യൂരിറ്റി ഗാർഡ്. ഇനി നമുക്ക് ഇതിനൊന്ന് കൺവേർട്ട് ചെയ്ത് കെമിസ്ട്രിയിലേക്ക് ആക്കാം. എങ്ങനെയാണ്? PSC എന്ന് പറയുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല. P ഫോർ പൊട്ടാസ്യം, S ഫോർ സോഡിയം, C ഫോർ കാൽസ്യം. PSC എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഓർഡർ കിട്ടണം, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം. MA എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ആർട്സ് അല്ല. MA എന്ന് പറയുന്നത് ഇവിടെ M ഫോർ മാഗ്നീഷ്യം, A ഫോർ അലുമിനിയം, MA. SINDEL-H എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഫുൾ ഫോം എന്താണ്? Z എന്ന് പറഞ്ഞ സിങ്ക് ആണ്. സിങ്ക്, അയൺ, പിന്നെ N ഫോർ നിക്കൽ, T ഫോർ ടിൻ, L ഫോർ ലെഡ്, H ഫോർ ഹൈഡ്രജൻ. അപ്പോൾ SINDEL-H കിട്ടി. പിന്നെ CSG, ചീഫ് സെക്യൂരിറ്റി ഗാർഡിന് പകരം കോപ്പർ, സിൽവർ, ഗോൾഡ്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. മുകളില് ഇവിടെ എസും സി ഉണ്ട്. മുകളിൽ വില കുറഞ്ഞതാണ്, ഇവിടെ താഴെ വില കൂടിയതാണ്. ഇവിടെ സോഡിയം, കാൽസ്യം കമ്പാരിറ്റീവ്ലി കോപ്പറും സിൽവറും വെച്ച് വളരെ വില കുറവാണ്. താഴെയുള്ളതാണ് കോസ്റ്റ്ലി എലമെന്റ് എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഏതൊക്കെയാ, എങ്ങനെയാണ് എലമെന്റുകൾ നമുക്ക് കിട്ടാം ഓർഡറിലെ? PSC, MA, SINDEL-H, CSG. PSC എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം. MA എന്ന് പറയുമ്പോൾ മാഗ്നീഷ്യം, അലുമിനിയം. SINDEL-H എന്ന് പറയുമ്പോൾ സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ. CSG എന്ന് പറയുമ്പോൾ കോപ്പർ, സിൽവർ, ഗോൾഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിനെ ഒന്ന് ക്രമീകരിക്കുക. ഈ രീതിയിലെ ഓർഡർ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ ഇത് മതിയായിരിക്കും. ഹിയർ വി അറേഞ്ച് the metals, some of the metals according to their reactivity, according to the decreasing order of their reactivity. This is known as reactivity series. ഇങ്ങനെയാണ് നമുക്കത് പഠിക്കാൻ സാധിക്കുക. We already get a clear idea about the reactivity of different types of metals through this experiment and through the reactivity series. Let us try to arrange the given group of metals
ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി. ലോഹങ്ങളുടെ ക്രിയാശീലതയെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്ക് കിട്ടിയിരിക്കുന്നു. ക്രിയാശീല ശ്രേണിയെക്കുറിച്ച് പഠിച്ചപ്പോഴും ലോഹങ്ങളുടെ വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചും വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെയും നമുക്ക് കൃത്യമായിട്ട് ലോഹങ്ങളുടെ ക്രിയാശീലതയെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് ലഭിച്ചു. തന്നിരിക്കുന്ന ലോഹ ഗ്രൂപ്പുകളെ ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണിയുടെ അവരോഹണ ക്രമത്തിൽ, അതായത് ക്രിയാശീലം കൂടിയത് ആദ്യം, കുറഞ്ഞത് പിന്നീടും വരുന്ന രീതിയിൽ അവയെ ക്രമീകരിക്കുക.